അലർജി ഉള്ള കുട്ടികളുടെ അമ്മമാർ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, കുട്ടീനെ അവൾ കുറച്ച് നേരം ഒരു സ്ഥലത്ത് കിടത്തി കഴിഞ്ഞാൽ കുട്ടി ഉറങ്ങുന്ന സ്ഥലം ഒക്കെ ഭയങ്കര ഇങ്ങനെ നനഞ്ഞിരിക്കും. പ്രത്യേകിച്ച് തലഭാഗത്ത് ഭയങ്കര വിയർപ്പാണ്. എന്ത് ചെയ്തിട്ടും ഇത് കുറയുന്നില്ല. ഈ വിയർപ്പ് കൊണ്ടാണ് കുട്ടിക്ക് അലർജി എന്നുള്ള രീതിയിൽ തന്നെ പലപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിയർപ്പ് കൊണ്ടല്ല അലർജി, അലർജി കൊണ്ടാണ് കൂടുതലായിട്ട് വിയർപ്പ് ഉണ്ടാകുന്നത്. ചിലർക്ക് ബോഡി ഹാബിറ്റ് ഉണ്ടാവാം കുറച്ച് പേർ, പക്ഷേ അലർജി ഉള്ള ആൾക്കാർക്ക് അധിക പേർക്കും വിയർപ്പ് കൂടുതലായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമലി ഇപ്പോൾ നടക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അലർജൻസ് നമ്മുടെ ശ്വാസത്തിലൂടെ അകത്തേക്ക് എത്തിയാൽ നമ്മുടെ അലർജിക്കാർക്ക് അത് പൊതുവേ പ്രശ്നമാണ്. അവരെന്ത് ചെയ്യും, ഈ അലർജൻസിനോട് ബോഡി ഫൈറ്റ് ചെയ്യാണ്. ഓക്കെ, ഈ ഫൈറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, അതായത് ബോഡിയിൽ ഈസ്റ്റമിൻ റിലീസ് കൂടുതലായിരിക്കും, അഡ്രിനാലിൻ റിലീസ് കൂടുതലായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ബോഡി ഇതിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ട് ഇതിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനായിട്ട് ശരീരം വിയർക്കും, അതായത് മെറ്റബോളിസം കൂടും ആ സമയത്ത്. അതിൻ്റെ റിയാക്ഷനായിട്ടാണ് ഇങ്ങനെ വിയർക്കുന്നത്. അപ്പോൾ ഇവർക്ക് എപ്പോൾ നോക്കിയാലും വിയർപ്പ് കുറച്ച് സാധാരണ ആൾക്കാരേക്കാൾ കൂടുതലായിട്ട് കാണുന്നതാണ്. അപ്പോൾ അലർജിക്ക് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഈ വിയർപ്പും കമ്പാരിറ്റീവ്ലി ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം. നോർമൽ ലെവലിലേക്ക് അതും എത്തും.